കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ 91 സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. രാത്രിയിലും ഇരുട്ടിലും ഒക്കെ നമ്മൾക്ക് ഭയമുണ്ടാകാം. അതിന് വ്യത്യസ്ത കാരണങ്ങളും കണ്ടേക്കാം. എന്നാൽ പകലും നട്ടുച്ചയും നമ്മൾക്ക് ഏറ്റവും പ്രകാശം നിറഞ്ഞ, നമ്മുടെ ചുറ്റുപാടുകളെ കാണാവുന്ന, അറിയാവുന്ന, മനസ്സിലാക്കി ഇടപെടാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. നൂൺ ഡേ ഇസ് ദ ബ്രൈറ്റസ്റ്റ് ടൈം ഓഫ് ഡേ. എന്നാൽ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ്, അത്തരം സാഹചര്യങ്ങളിൽ പോലും നമ്മൾക്ക് ഭയക്കേണ്ടതായ, നമ്മളെ പേടിപ്പിക്കുന്നതായ, നമ്മളെ തകർക്കാൻ സാധ്യതയുള്ള അവസ്ഥകൾ സംജാതമാകാം. Trouble can come even in our strongest or brightest moments. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന, സർവശക്തന്റെ നിഴലിൽ വസിക്കുന്ന ഒരാൾക്ക് ഭയപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം യു ആർ ഡെലിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ഓൾമൈറ്റി. യു ആർ ഡെലിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾമൈറ്റി ഗാഡ് എന്നുള്ളത്, സർവശക്തന്റെ നിഴലിലാണ് ഞാൻ വസിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നാം അടിപതരാതെ പിടിച്ചു നിൽക്കുന്നത്. യുദ്ധത്തിൻ്റെയും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും നടുവിൽ ജീവിക്കുന്നവർ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, ഭയക്കുവാൻ ഒന്നും തന്നെയില്ല. ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഭയമുണ്ടായേക്കാം, പക്ഷെ കൂടെയുള്ളത് ദൈവമാണ് എന്ന ബോധ്യത്തിൽ അവൻ്റെ മറവിൽ വസിക്കുകയും അവൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അപ്രകാരം പറയുവാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.